ഹൈ ഗായ്സ്, സോ ഇന്നോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഹണ്ടർ ആനിമി സീരീസിലെ 3ാം സീസണിലെ 11ാമത്തെ എപ്പിസോഡാണ്. അഥവാ ടോട്ടൽ നോക്കുമ്പോൾ 48ാമത്തെ എപ്പിസോഡ് പോകുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 150 ലൈക്കാണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ എപ്പിസോഡോട്ട് പോകാം. സ്റ്റാർട്ടിങ് തന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോണയും കിലുവയും ലിയോറയാണ്. അവർ മൂന്നാളും ചേർന്നിട്ട് ഫാൻഡ്രം മെമ്പേഴ്സിനെ കണ്ടുപിടിക്കാൻ നോക്കാണ്. അവരെ പിടിച്ചു കൊടുക്കുന്നവർക്ക് ഒരു വലിയ തുക പൈസ തന്നെ ലഭിക്കും. സോ നമ്മൾ ഗോണിന് ഗ്രേഡലിൽ എന്ന് പറയുന്ന ഒരു ഗെയിം മേടിക്കാൻ വേണ്ടിയിട്ട് പൈസ വേണ്ടിയ കാര്യം തന്നെ അവനാണെങ്കിൽ ഒരു ഫാൻഡ്രം മെമ്പേഴ്സിനെ പിടിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ അവരെ എത്ര നോക്കിയിട്ടും ഒരാളെ പോലും കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഗോണാണെങ്കിൽ ഒരു ഐഡിയ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇന്റർനെറ്റിൽ ആരെങ്കിലും ഫാൻഡ്രം മെമ്പേഴ്സിന്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടാണെങ്കിൽ അവർക്ക് ഒരു വലിയ റിവാർഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ലിയോറിയ പറയുന്നുണ്ട് അവർക്ക് റിവാർഡ് കൊടുക്കാൻ മാത്രമുള്ള പൈസ നമ്മളെ കയ്യിൽ ഇപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ നമ്മളെ ഗവൺമെന്റിലോട്ട് വന്നിട്ട് പറയുന്നുണ്ട് ആ കാര്യം ഞാനായിട്ടുണ്ട്. ഞാൻ എൻ്റെ ഹണ്ടർ ലൈസൻസ് ഹണ്ടർ അസോസിയേഷന് കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചോളാം. ഈ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഗോണാണെങ്കിൽ തന്റെ ഹണ്ടർ ലൈസൻസ് കുറച്ചു കാലം ഹണ്ടർ അസോസിയേഷന് സൂക്ഷിക്കാൻ കൊടുക്കും. അപ്പോൾ ഹണ്ടർ അസോസിയേഷൻ നമ്മളെ ഗോണിന് തിരിച്ച് പൈസ കൊടുക്കും. എന്നിട്ട് ഗോണിന് പിന്നെ എപ്പോഴാണോ ഹണ്ടർ ലൈസൻസിന്റെ ആവശ്യം വരുന്നത് ആ സമയത്ത് നമ്മളെ ഗോണാണെങ്കിൽ വീണ്ടും തിരിച്ചു പോയിട്ട് ഹണ്ടർ അസോസിയേഷന്റെ കയ്യിൽ നിന്ന് ആ ഒരു ഹണ്ടർ ലൈസൻസ് മേടിക്കും. പക്ഷേ ആ ഒരു സമയത്ത് നമ്മളെ ഗോണിന് അവർക്ക് പൈസ തിരിച്ചടക്കണം. ഇനി അഥവാ നമ്മളെ ഗോൺ തിരിച്ച് പൈസ അടച്ചിട്ടില്ലെങ്കിൽ ഹണ്ടർ അസോസിയേഷന് പിന്നെ നമ്മളെ ഗോണിന്റെ ലൈസൻസ് തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. സോ ഇപ്പൊ ഇങ്ങനെ ചെയ്ത കാരണം തന്നെ നമ്മുടെ ഗോണിന് ഹണ്ടർ അസോസിയേഷന്റെ കയ്യിൽ നിന്ന് കുറെ പൈസ ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ഇവരുടെ കയ്യിൽ പൈസ ഉള്ള കാരണം തന്നെ ഇവരാണെങ്കിൽ ഫാൻഡ്രം മെമ്പേഴ്സിന്റെ ലൊക്കേഷൻ ആർക്കെങ്കിലും അറിയുമെങ്കിൽ അവർ ആ ഒരു ഇൻഫർമേഷൻ നമ്മളെ ഗോണിന് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ഗോൺ കുറച്ച് പൈസ അവർക്ക് റിവാർഡ് ആയിട്ട് കൊടുക്കും. അങ്ങനെ നമ്മളെ ഗോണും ഫ്രണ്ട്സും തിരിച്ച് വീട്ടിലോട്ട് നടക്കുന്ന സമയത്താണ് നമ്മളെ ഗോൺ പെട്ടെന്ന് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതെന്താ വെച്ചാൽ അവിടെ ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു മാർക്കറ്റിലാണെങ്കിൽ ഒരു പ്രത്യേക തരത്തിലൊരു കത്തി ഉണ്ടായിരുന്നു. ആ ഒരു കത്തിയുടെ മേലെ നമ്മൾ ഗോണിന് എങ്ങനെയൊക്കെ ഒരു ഓറ ഉള്ളതുപോലെ ഫീൽ ചെയ്യാണ്. അത് കാരണം നമ്മളെ ഗോണാണെങ്കിൽ നമ്മളെ ഗ്യോ എന്ന ടെക്നിക്ക് യൂസ് ചെയ്ത് നോക്കുകയാണ്. അപ്പൊ അവൻ ആ ഒരു കത്തിയുടെ മേലെ ഓറയുള്ളതായിട്ട് അറിയുന്നുണ്ട്. പിന്നീടാണ് അവർക്ക് തിരിച്ചറിയുന്നത് ആ ഒരു കത്തി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒറിജിനൽ ആയിട്ടുള്ള ഒരു കത്തിയായിരുന്നു. ഇതേ സമയം നമ്മൾ ലിയോറി ആണെങ്കിൽ ഗ്യോയോ അതെന്താ? അപ്പൊ കിലുവ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗ്യോ എന്ന് വെച്ചാൽ നന്നിന്റെ ഒരു ഫോമാണ്. ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിന്റെ മേലേക്ക് സൂക്ഷിച്ച് നോക്കുക. സോ ഈ ഒരു ഗ്യോ എന്ന ടെക്നിക്ക് നമ്മൾ ലിയോറിയോ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ അവനെ തീരെ കാണാൻ സാധിക്കുന്നില്ല. ഗോൺ അവനെ ആശ്വസിക്കാൻ വേണ്ടി പറയുന്നുണ്ട് നീ റൻ എന്ന ടെക്നിക്ക് കുറെ ട്രെയിൻ ചെയ്താൽ തന്നെ നിനക്ക് ഈ ഒരു ഗ്യോ എന്ന ടെക്നിക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോഴാണ് നമ്മളെ കിലുവക്ക് പുതിയൊരു ബിസിനസ് ഐഡിയ വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരിങ്ങനെ ഓരോ ഒബ്ജക്ട്സിന്റെ മേലേക്ക് ഗ്യോ എന്ന ടെക്നിക്ക് യൂസ് ചെയ്ത് നോക്കും. അപ്പൊ ഇവർ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ മേലെ ഓറ ഉള്ളതായിട്ട് കാണുകയാണെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഒറിജിനലാണ്. സോ ആ ഒരു ഒബ്ജക്റ്റ് ഇവർക്ക് ഇവിടുന്ന് മേടിച്ചിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് നല്ല വിലക്ക് വിൽക്കാം എന്നുള്ള ഒരു ബിസിനസ് ഐഡിയ നമ്മളെ കിലോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ ഈ ഒരു സ്ഥലത്തെ ബിസിനസ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട എന്തെങ്കിലും സാധനത്തിന്റെ മേലെ നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്രൈസ് എഴുതും. അതേപോലെ വേറെ ആൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അയാളും അയാൾക്ക് വേണ്ട കാര്യത്തിന്റെ മേലെ ആ ഒരു പൈസ എഴുതും. അങ്ങനെ ഏറ്റവും കൂടുതൽ പൈസ ആരാണ് എഴുതിയിട്ടുള്ളത് അയാൾക്ക് നിശ്ചയിച്ച ആ ഒരു സമയം കഴിഞ്ഞാൽ അയാൾക്ക് ആ ഒരു സാധനം കിട്ടുന്നതാണ്. ഇങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തെ ബിസിനസ് ട്രേഡിംഗ് ഒക്കെ നടക്കുന്നത്. അതിനുശേഷം നമ്മൾ ഗോണും ലിയോറിയും കിലുവയും 3 സ്ഥലത്തേക്ക് പിരിയാണ്. കിലുവയും ഗോണും അവർക്ക് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ മേലെ ഓറ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. അതേപോലെ നമ്മൾ ലിയോറി ആണെങ്കിൽ അവൻക്ക് ആരെങ്കിലും ഈ ഒരു ഫാൻഡ്രം മെമ്പേഴ്സിന്റെ ലൊക്കേഷനെ പറ്റി ഇൻഫർമേഷൻ നൽകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ ലിയോറിയും പിരിയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഗോണാണെങ്കിൽ ഒരു ചട്ടിയുടെ മേലെ ഒരു ഓറ കണ്ടിട്ട് ആ ഒരു ചട്ടി എടുത്ത് നോക്കുകയാണ്. അപ്പോഴാണെങ്കിലോ അതിന്റെ മേലെ ഓൾറെഡി ആരോട്ടും പൈസ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗോണാണെങ്കിൽ കിലുവയുടെ വാക്കുകൾ ഓർക്കുകയാണ്. അതായത് ആരെങ്കിലും നിനക്ക് വേണ്ട സാധനത്തിന്റെ മേലെ പൈസ എഴുതിയിട്ടുണ്ടെങ്കിൽ നീ ആ ഒരു പൈസയുടെ 2.5 മടങ്ങ് എഴുതുക. സോ അത് പ്രകാരം നമ്മളെ ഗോണാണെങ്കിൽ ആ ഒരു ചട്ടിയുടെ മേലെ 2.5 മടങ്ങ് പൈസ എഴുതിയിട്ട് വേറൊരു ഒബ്ജക്റ്റിന്റെ മേലേക്ക് വരികയാണ്. അപ്പോഴാണെങ്കിലോ അതിന്റെ മേലെയും ഈ ഒരു സെയിം ആൾ തന്നെ പൈസ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതേ അവസ്ഥ തന്നെയാണ് നമ്മളെ കിലുവയുടെയും. അവൻ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ മേലെ ഓൾറെഡി ഇട്ടിട്ടാണെങ്കിൽ അതിന്റെ മേലെ ഒക്കെ ഈ ഒരു ജെപ്പയിൽ എന്ന് പറയുന്ന ഒരാൾ ഓൾറെഡി പൈസ എഴുതിയിട്ടുണ്ടായിരിക്കും. അത് കാരണം കിലുവയാണെങ്കിൽ ഗോണോട് ഫോൺ വിളിച്ച് പറയുന്നുണ്ട് സമയം തീരുന്നതിന് മുന്നേ ആരെങ്കിലും പൈസ എഴുതിയിട്ടുണ്ടെങ്കിൽ നീ വീണ്ടും 2.5 മടങ്ങ് എഴുതുക. അപ്പോൾ ഗോണാണെങ്കിൽ ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സമയം കടന്നു പോയപ്പോൾ നമ്മൾ ഗോണും കിലുവക്കും കുറച്ച് സാധനങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇവർ ടോട്ടൽ 4 ഐറ്റത്തിന്റെ മേലെയാണ് ഈ ഒരു പൈസ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് ഇവർക്ക് 1 നഷ്ടപ്പെട്ടു, ബാക്കി 3 ലഭിച്ചു. നഷ്ടപ്പെടുത്ത ഏതെന്ന് വെച്ചാൽ നമ്മൾ ഗോൺ ആദ്യം എഴുതിയ ഒരു ചട്ടിയില്ലേ ആ ഒരു ചട്ടി നമ്മളെ ജെപ്പേൽ എന്ന് പറഞ്ഞ ആളിന് കിട്ടുന്നുണ്ട്. ആൻഡ് അതിനുശേഷം ഇവരാണെങ്കിൽ ഈ ഒരു ഇവർക്ക് ലഭിച്ച സാധനങ്ങളൊക്കെ ട്രേഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു മാർക്കറ്റിൽ വിൽക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഇവരാണെങ്കിൽ ഈ ഒരു ഐറ്റംസ് ഒക്കെ മാർക്കറ്റിൽ പോയി വിൽക്കുന്ന സമയത്ത് ആ ഒരു മാർക്കറ്റിന്റെ ഓണർ ഇവർക്ക് അത്യാവശ്യം നല്ലൊരു തുക നൽകുന്നുണ്ട്. ഇവർ വാങ്ങിച്ച 3-ൽ 2 ഐറ്റത്തിനും നല്ല ഒരു വില തന്നെ നൽകുന്നുണ്ട്. പക്ഷേ 3ാമത്തെ ഐറ്റത്തിന് അധികം വില നൽകുന്നില്ല. ആദ്യത്തെ 2 ഐറ്റത്തിന് 1.5 ലക്ഷം 3 ലക്ഷം ഒക്കെ ലഭിച്ചപ്പോൾ 3ാമത്തെ ഐറ്റത്തിന് ആകെ 1500 ജെനി മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഇത് കേട്ടത് നമ്മളെ കിലുവയും ഗോണും സാഡ് ആവുന്നുണ്ട്. അപ്പൊ അത് കാരണം തന്നെ അയാളാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫർ തരാന്ന് പറയാണ്. അതെന്ന് വെച്ചാൽ ആദ്യത്തെ 2 ഐറ്റം ചേർന്നിട്ട് 4,20,000 രൂപക്ക് മേടിക്കുകയാണെങ്കിൽ 3ാമത്തെ ഐറ്റം എന്നുള്ള കടക്കാരൻ 80,000 രൂപക്ക് മേടിക്കും. ഇവർക്ക് ടോട്ടൽ 5 ലക്ഷം ജെനി ലഭിക്കും. സോ ഈ ഒരു ഓഫറിനോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇല്ലെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ട് പറയാം. അപ്പോഴേക്കും ഈ ഒരു 3ാമത്തെ ഐറ്റത്തിന് എത്ര കാലം പഴക്കമുണ്ടെന്ന് ഞാൻ നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞ അയാളാണെങ്കിൽ കടയുടെ ഉള്ളിലോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ അങ്ങോട്ട് വന്നിട്ട്
ഇവരോട് പറയുന്നത് ആ ഒരു ഷോപ്പ് കീപ്പർ നിങ്ങൾ സ്കാം ചെയ്യാൻ പോവാണ്. അയാൾ ആദ്യത്തെ 2 ഐറ്റത്തിനും നല്ല വില തന്നെയാണ് പറഞ്ഞതെങ്കിലും 3ാമത്തെ ഐറ്റത്തിന് വെറുതായിട്ടുള്ള പ്രൈസ് അല്ല അയാൾ പറഞ്ഞത്. ഒരാൾ പോലും ആ ഒരു 3ാമത്തെ ഐറ്റത്തിന് 80,000 രൂപ ഒന്നും തരില്ല. അയാൾക്ക് വേണ്ടത് ആ ഒരു 3ാമത്തെ ഐറ്റം അല്ല, അതിനുള്ളിലെ കാര്യങ്ങളാണ്. നിങ്ങൾ ഇയാൾക്ക് കൊടുത്ത ആ ഒരു 3ാമത്തെ ഐറ്റം ഇല്ലേ, ആ ഒരു 3ാമത്തെ ഐറ്റം ഒറിജിനൽ ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ നിധി പോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നീ ആ ഒരു 3ാമത്തെ ഐറ്റം എത്ര കാലം പഴക്കണമെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഉള്ളിലോട്ട് പോകുന്ന പോലെ അഭിനയിച്ചിട്ട് നീ അതിനുള്ളിലെ നിധി അടിച്ചു വാണ്ടല്ലേ പോയത് എന്നൊക്കെ അവിടേക്ക് പുതിയതായി വന്ന ആള് നമ്മളെ ഗോണയും കിലുവയും സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു കടയുടെ ഉള്ളിൽ നിന്ന് ഒരാൾ വരുന്നത്. എന്നിട്ട് അയാൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ ഒരു 3ാമത്തെ ഐറ്റമായ സ്റ്റാച്ചു അത് ഒറിജിനൽ ആണെന്ന് എനിക്ക് തെളിയിക്കാൻ സാധിക്കുമോ, അതല്ലെങ്കിൽ അതിനുള്ളിലെ നിധി എടുത്തു മാറ്റിയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പിക്കാൻ സാധിക്കുമോ? അപ്പോഴാണെങ്കിലോ നമ്മൾ ആൾ പറയുന്നുണ്ട്, ഞാൻ 2 കണ്ണുകൾ തൊട്ട് സത്യടാ, ഈ ഒരു സ്റ്റാച്ചു ശരിക്കും റിയൽ ആണ്. ഈ ഒരു സ്റ്റാച്ചു ഇതുവരെ ഒരാൾ പോലും തുറന്നിട്ടില്ല. അപ്പോഴെങ്കിൽ അവിടേക്ക് ഒന്നാൾ പറയുന്നുണ്ട്, അപ്പൊ ഇതെങ്ങാനും തുറന്നിട്ടുണ്ടെങ്കിൽ നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇതിന് മറുപടിയായി നമ്മളാൾ പറയുന്നുണ്ട്, ഇതിനുള്ളിലെ നിധി എങ്ങാനും എടുത്തു മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ സ്ലേവ് ആയിരിക്കാൻ റെഡിയാണ്. അതായത് ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ അടിമയായിരിക്കാൻ ഞാൻ റെഡിയാണെന്ന്. ഇത് കേട്ടപ്പോൾ അയാളൊന്ന് ചിരിച്ചതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു കടക്കാരോട് പറയുന്നുണ്ട്, നീ ഇത് അവർക്ക് വിട്ടുകൊടുത്തു, അവൻ എന്തായാലും സമ്മതിക്കാൻ പോകുന്നില്ല. സോ അത് കാരണം തന്നെ നമ്മളാണെങ്കിൽ ആ ഒരു സ്റ്റാച്ചു ഒന്ന് പൊളിച്ചു നോക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിലോ ആ ഒരു 3ാമത്തെ ഐറ്റമായ സ്റ്റാച്ചുകളിൽ കുറെ നിധികൾ ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ടാണെങ്കിൽ നമ്മളെ കിലുവയും കോണും ആകെ സർപ്രൈസ്ഡും സന്തോഷമാവുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം അയാൾ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇയാളായിരുന്നു സെപ്പേൽ എന്ന്. അതായത് നമ്മളെ ഗോണും കിലുവയും ആദ്യമായിട്ട് ഈ ഒരു സാധനങ്ങളൊക്കെ മേടിക്കുന്ന സമയത്ത് അതിന് മേലെ ഓൾറെഡി ഒരു പൈസ എഴുതിയിട്ടുണ്ടാവില്ലേ, അയാളായിരുന്നു ശരിക്കും ഇയാള്. ശേഷം സെപ്പയിലാണെങ്കിൽ ഇവരോട് പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ നേരത്തെ ഹെൽപ്പ് ചെയ്തതിന് പകരമായി നിങ്ങൾക്ക് ലഭിച്ച ക്യാഷിന്റെ ഒരു 20% എനിക്ക് തന്നാൽ മതി. അപ്പൊ നമ്മളെ കിലുവ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, അതായിരുന്നില്ലേ നിങ്ങൾ ആദ്യത്തെ ഉദ്ദേശം? അതിനുശേഷം ഇവർ 3 ചേർന്നിട്ട് ഫുഡ് അടിക്കാനൊക്കെ പോകുന്നുണ്ട്. അവിടെ നിന്ന് സെപ്പയിലാണെങ്കിൽ നമ്മളെ ഗോണെടുത്തും കിലോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ ഒരു സാധനങ്ങളൊക്കെ മേടിച്ചത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു സാധനങ്ങൾ ഒറിജിനൽ ആണെന്ന് മനസ്സിലായത്? അപ്പൊ ഗോണെങ്കിലും അതിന് റീസൺ ആയ ഒരു ഗ്യോന്ന ടെക്നിക്കും ഓറ കണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സെപ്പയിലാണെങ്കിൽ നമ്മളെ ഗോണെടുത്തും കിലോടും നിങ്ങൾക്ക് എന്താണ് പൈസയുടെ ആവശ്യം, നിങ്ങൾ ഈ ഒരു പൈസ ഉപയോഗിച്ചിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ കിലോ പറയുന്നുണ്ട്, അത് ഞാൻ ഉത്തരം പറയാം, പക്ഷെ അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകണം. ഞങ്ങൾക്ക് ഈ വരുന്ന ഓപ്ഷനിൽ ഒരു വിലപിടിപ്പുള്ള സാധനം മേടിക്കണമെന്നുണ്ട്, അതിനുവേണ്ടിയാണ് ഞങ്ങൾക്ക് ഈ ഒരു പൈസയുടെ ആവശ്യം. അപ്പൊ സെപ്പേൽസ നമ്മളെ കിലോടെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഏത് ഐറ്റമാണ് മേടിക്കേണ്ടതെന്ന്. അപ്പൊ ഇവരാണെങ്കിൽ ആ ഒരു വിലപിടിപ്പുള്ള ഗീഡ് ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഗെയിമിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ കിലോ ആണെങ്കിൽ സെപ്പേൽസാന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഗെയിം മേടിക്കാൻ എത്ര രൂപയാണെന്ന് നമ്മളെ കിലോ ചോദിക്കുന്നുണ്ട്. അപ്പൊ സെപ്പേൽസാനാണെങ്കിൽ എന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഞാൻ ഉത്തരം നൽകാന്ന് പറയാണ്. നിങ്ങൾക്ക് ആ ഒരു ഗെയിം മേടിച്ചിട്ട് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ കിലോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇവന്റെ ഡാഡിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ഗെയിമിന്റെ ഉള്ളിൽ ഇവന്റെ ഡാഡിനെ പറ്റി എന്തോ ഒരു വലിയ ക്ലൂ എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളെ സെപ്പേൽസാനാണെങ്കിൽ നമ്മളെ ഗോണ്ടെടുത്ത് നിന്റെ ഡാഡ് എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ഗോൺ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്റെ അച്ഛനൊരു പ്രോ ഹണ്ടർ ആണെന്ന്. ഇത് കേട്ടും സെപ്പേൽസാൻ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് നിന്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോഴാണെങ്കിലോ ഗോൺ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, ഞാനും ഒരു പ്രോ ഹണ്ടർ ആണെന്ന്. ഇത് കേട്ടതും സെപ്പേൽസാനാണെങ്കിൽ ആകെ ഷോക്ക് ആവാണ്. അതിനുശേഷം സെപ്പേൽസാനാണെങ്കിൽ തന്റെ അവസാനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എനിക്ക് നിങ്ങളെ എന്തെങ്കിലും ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമോ? നിങ്ങളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി നിങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യണമെന്ന്. ഇതാണെങ്കിലും നമ്മളെ ഗോണും കിലുവയും സമ്മതിക്കുന്നുണ്ട്. സോ അതിനുശേഷം നമ്മളെ സെപ്പേൽസാനാണെങ്കിൽ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ ഒരു പച്ചമുടിയുള്ള പയ്യൻ കുറച്ച് ഡേഞ്ചറസ് ആണ്. കാരണം നേരത്തെ ഞാൻ ആ മാർക്കറ്റിൽ നിന്ന് വില പേശിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ എന്നെ ഒരു ദേഷ്യത്തോടെ നോക്കുകയോ ഞാൻ ആരാണ്, എന്തിനാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള ചിന്തകളൊന്നും എനിക്ക് അവന്റെ കണ്ണിൽ നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ആകെ അവന്റെ കണ്ണിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് നിഷ്കളങ്കമായ ക്യൂരിയോസിറ്റി മാത്രമാണ്. അതിനർത്ഥം ഇവൻ ഡേഞ്ചറസ് ആണ്. അതിനുശേഷം ഇവരെല്ലാവരും പുറത്തേക്ക് വരികയാണ്. അവിടെ നമ്മളെ ഗോണാണെങ്കിൽ നേരത്തെ കടയിൽ നിന്ന് സെപ്പേൽസാൻ ആ ഒരു സ്റ്റാച്ചുവിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ട്രഷേഴ്സ് ഇരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്, അതെങ്ങനെയാണ് പുറത്തെടുത്തിട്ട് പുതിയൊരു ഫേക്ക് വെക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഗോണാണെങ്കിൽ സെപ്പേൽസാനോട് ചോദിക്കുന്നുണ്ട്. സോ അതിനുള്ള മറുപടിയാണെങ്കിൽ സെപ്പേൽസാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ സെപ്പേൽസാൻ നമ്മളെ ഗോണിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ ഗോൺ ഒരു കോൾ വരുന്നത്. അത് മറ്റൊരാളല്ല, നമ്മളെ ലിയോറിയ ആയിരുന്നു. ലിയോറിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമുക്ക് ഫാൻഡർ ഗ്രൂപ്പിലെ 2 മെമ്പേഴ്സിന്റെ ലൊക്കേഷൻ ലഭിച്ചിട്ടുണ്ട്, നീ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വായോ. ഇത് കേൾക്കണ താമസം നമ്മളെ ഗോണും കിലുവയും അവിടെ നിന്ന് ഓടിപ്പോവാണ്. എന്നിട്ട് സെപ്പേൽസാനോട് അവൻ ട്രേഡ് മാർക്കറ്റിൽ നിന്ന് മേടിച്ച സാധനങ്ങളൊക്കെ ഓപ്ഷനിൽ വിൽക്കാൻ അവൻ നമ്മളെ സെപ്പേൽസാൻ ഏൽപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ രണ്ടുപേരും ലിയോറിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. സോ അങ്ങനെയാണ് ഹണ്ടർ ആനിമി സീരീസിലെ 48ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എപ്പിസോഡിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക. സോ അടുത്ത എപ്പിസോഡ് കാണാം. അതുവരേക്കും ബൈ.